ഇതെന്റെ കഥയാട എന്ന മാസ് ഡയലോഗുമായി മലയാള സിനിമയിലെത്തിയ ജോർജ് സാറിന്റെ അതിലും മാസായ ജീവിതകഥ പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രം പറയുന്ന സ്കൂളിൽ മലയാളം പറഞ്ഞതിന് പുറത്താക്കിയ ആലപ്പുഴക്കാരൻ പയ്യൻ അതേ സ്കൂളിൽ ഗസ്റ്റായി പോയതും ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, പെപ്സി, നൈക്ക് എന്നിങ്ങനെ ലോകോത്തര ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്ത പൊന്നും വിളിയുള്ള മലയാളി പരസ്യ സംവിധായകനാവുന്നതിന് മുമ്പേ ഫാർമസ്യൂട്ടിക്കൽ ജോലിക്കിടെ സിനിമാ പ്രാന്ത് മൂത്ത് ശനി ഞായർ ദിവസങ്ങളിൽ സംവിധായകരുടെ വീടുകളിൽ അവസരം തേടി നടന്ന പയ്യന്റെയും കഥ പറയേണ്ടി വരും. ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി അയാൾ ആരാണെന്നും എന്താണ് അയാളുടെ പ്രൊഫഷൻ എന്നും അറിയാത്ത മലയാളികൾ ചിരിയും നോട്ടവും കൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളാണ് അയാളെന്ന് പറയുമ്പോൾ 25 വർഷമായി അയാൾ പടുത്തുയർത്തിയ ഇന്ത്യൻ പരസ്യമേഖലയിലെ തന്നെ പ്രധാന പേരായ നിർവാണ ഫിലിംസും, വോഡഫോൺ സൂസു സീരീസ്, ഹാച്ചി നായയുടെ പരസ്യം, ഷാറൂഖ് ഖാന്റെ ദുബായ് ടൂറിസം പരസ്യം എന്നിങ്ങനെ 30 മിനിറ്റുകൾ വരുന്ന പരസ്യങ്ങൾ 30 സെക്കൻഡിൽ പറഞ്ഞ് ഫേസ്ബുക്കും നെറ്റ്ഫ്ലിക്സും വരെ നീളുന്ന ഒരു നിര തന്നെ കാണിക്കുന്നത് ഈ കഥയിലെ നായകൻ അയാൾ തന്നെയാണെന്നാണ്. ക്യാമറയ്ക്ക് പിന്നിൽ ഓരോ പരസ്യത്തിലും അയാൾ കൊണ്ടുവന്ന ഇമോഷൻസ് ക്യാമറയ്ക്ക് മുന്നിലും കൊണ്ടുവന്ന് കാണിച്ച പ്രകാശ് വർമ്മ.